ഇപ്പോഴത്തെ എല്ലാ ഇഷ്യൂസും പറഞ്ഞു പോകുന്ന രീതിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്റർടൈൻ ചെയ്ത് വളരെ ചിരിയോടുകൂടി കാണാനും പറ്റുന്നുണ്ട്. അത്തരം ഒരു രീതി കൈക്കൊള്ളാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, ഞാൻ ആ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ആ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ സ്ക്രിപ്റ്റിനകത്തും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് കുറച്ച് കോമഡി, അതെന്റെ ഇഷ്ടമായിരുന്നു, കോമഡി ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് കോമഡിയിൽ കൂടെ തന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനകത്തുള്ള മേജറായിട്ടുള്ള കാര്യം. അത് ബാക്കി ആൾക്കാർക്ക് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ചെയ്തിരിക്കുന്നത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചില തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളതിനെ കുറച്ച് കോമഡി ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ തോന്നൽ ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ തോന്നൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണോ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത്? എല്ലാ അനുഭവങ്ങളാണല്ലോ നമുക്കല്ലെങ്കിൽ, എൻ്റെ അനുഭവം അല്ലെങ്കിൽ മറ്റൊരാൾക്കുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മൾ എഴുതുന്നത്. ഈ സിനിമയ്ക്കകത്ത് മുഴുവൻ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതെൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളായിരിക്കും ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കോമഡി ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ്. ഈ അമ്പലക്കുളത്തിലെ ഹലാൽ ചിക്കന്റെ ഉടലിട്ട് അത് അനുഭവം അല്ല അല്ലല്ല, അമ്പലക്കുളത്തിൽ ഹലാൽ ചിക്കൻ ഇട്ടത് അത് ഒരു സംഭവത്തിലൊക്കെ ചെയ്തതാണ്. അല്ലല്ല, വെച്ചിരുന്നത് സിനിമയിലുള്ളതെന്ന് പറയില്ലെങ്കിൽ ഇല്ല, അത് കഴിയുമ്പോ തന്നെ പറഞ്ഞല്ലോ, ആഹാരത്തിനകത്ത് വരെ നമ്മൾ വർഗീയത അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളതിനെ വളരെ ഇതായിട്ട് പറഞ്ഞു പോകുന്നത്. പക്ഷെ അതെന്ത് നമ്മൾ ഈ കോമഡി ആയിട്ട് പറയാനായിട്ടുള്ള അതൊരു ചങ്കൂറ്റം എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇതൊക്കെ. ആ ചങ്കൂറ്റം നിങ്ങൾ നല്ല രീതിയിൽ കോമഡികളോട് വർക്ക് ചെയ്തപ്പോൾ സമൂഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഒരു വിമർശനം പോലും ഉണ്ടാകാതെ അത് ഏറ്റെടുത്തു. അതിനാണ് ഈ മരണമാസ ടീമിന് വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ ആദ്യം നൽകുകയാണ്. കാരണം ആ രീതിക്ക് ആ സിനിമ ഏറ്റെടുക്കുന്ന കാര്യം സംശയമില്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെൻസറിൽ കത്രിക വയ്ക്കുന്ന കാലഘട്ടമാകുമ്പോൾ നിങ്ങൾ ഈ സിനിമയായി വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു കത്രയും വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ഒരു വിജയം. ഈ സിനിമ വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണെന്ന് എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. കൃത്യമായിട്ട് തന്നെ പറഞ്ഞ സാറാണ് ഒരു